ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പത്തിൽ പഴമൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതവിടെ പച്ചരിയൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ ഞാനൊന്ന് കുതിർത്തിയെടുത്തിട്ടുള്ള പച്ചരിയാണ്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ അത് ഊറ്റിയെടുത്തിട്ടുള്ള ആ ഒരു അരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 അച്ച് ശർക്കര ഉരുക്കിയെടുത്തതാണ്. അധികം വെള്ളം ഒഴിക്കാതെയാണ് ഞാൻ ഉരുക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 6-7 ഏലക്കായും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് പഴമാണ്. ഞാൻ ഇതുപോലെയുള്ള ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 3 എണ്ണം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുള്ള മാവ് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ ഇതൊരു ഇത്തിരി ലൂസായിട്ടാണ് ഈ ഒരു മാവ് ഇരിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മുടെ മാവ് ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം നമ്മൾ മാവൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ എള്ളും കൂടെ ഞാൻ നെയ്യിലൊന്ന് വറുത്തെടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ നല്ല രീതിക്ക് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് എണ്ണ ചൂടാക്കിയിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കുഴിയിലായിട്ടും മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മാവ് ഒഴിച്ച് കൊടുക്കുക. എല്ലാ കുഴിയിലും ഒഴിച്ചതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളിത് എല്ലാ കുഴിയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എന്നാലാണ് ഒരു ഉൾഭാഗമൊക്കെ നല്ല രീതിക്ക് ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഭാഗം നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കെല്ലാം തന്നെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ചിട്ടുള്ള ഭാഗം നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ ഉണ്ണിയപ്പമൊക്കെ നല്ല രീതിക്കൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതേപോലെ എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. അങ്ങനെ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.